മദ്യപിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ലഹരിക്കടിമയായവർ, അവർ തീർന്നു അവസാനിച്ചു എന്നൊരിക്കലും പറയല്ലേ. ഒരു ദിവസം വരും, ഒരു നാൾ വരും, ഒരു പ്രത്യേകമായ അനുഭവം അല്ലാഹു അവർക്ക് നൽകും. അവർ ഹിദായത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. കദാലിക കുന്നാ മിൻ ഖബൽ, നമ്മൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് അവിശ്വാസത്തിൽ നിന്ന് ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ചില സ്വഹാബികൾ അവരെ ഇങ്ങനെ ചെറുതായി കണ്ടപ്പോൾ ഖുർആൻ പറയുന്നു, നിങ്ങളും അവരെ പോലെ ആയിരുന്നില്ലേ, അല്ലാഹുവല്ലേ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും എവിടെയാണ് എപ്പോഴാണ് ഹിദായത്തിന്റെ വെളിച്ചം അവരുടെ ഖൽബിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ റമദാൻ ഒരുപക്ഷേ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിൻ്റെ ഒരനുഭവമായിരിക്കും ചില ആളുകൾക്ക് റമദാൻ നിലനിന്നു പോരുന്ന നന്മയെ നിലനിർത്താനുള്ള സഹായമായിരിക്കും. ചില ആളുകൾക്ക് റമദാൻ നന്മ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. ചില ആളുകൾക്ക് ജീവിതം എന്നേക്കുമായി മാറ്റാനുള്ള സമയമാണ്. റമദാൻ ഇതാ വന്നിരിക്കുന്നു. ഖൈറുശ്ശുഹൂർ, മാസങ്ങളിൽ ശ്രേഷ്ഠമായ മാസം. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 84 വർഷത്തെക്കാളും സ്ഥാനമുള്ള 1000 മാസം 84 കൊല്ലമാണ്. 84 വർഷങ്ങളുടെ തുല്യതയുള്ള ഒരു രാത്രി ഈ റമദാനിൻ്റെ അവസാനത്തെ രാത്രികളിലുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റാതെ പോയാൽ, ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ ഫഖദ് ഹുരിം, അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത്, അവർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഇദാ അശറൽ അവാഖിർ, അവസാനത്തെ 10ലേക്ക് കടന്നാൽ അവിടുന്ന് മുണ്ടു മുറുക്കി ഉടുക്കുകയും തൻ്റെ അവിടുത്തെ വീട്ടുകാരെ നിബിധങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും. ഇനി ഉറങ്ങരുതേ, ഇത് ഉറങ്ങാത്ത രാവുകളാണ്. യൻസിലുല്ലാഹു തബാറക വതആല ഇലസ്സമാഇ ദുനിയാ, അല്ലാഹു ഭൂമി ലോകത്തേക്ക് നുസൂലൻ യലീഖു ബിഹി, റബ്ബ് തആലയുടെ ദാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം അല്ലാഹു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. വഹൽ മിൻ സായിലിൻ ഫഉതിയ, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ കൊടുക്കാം. ഫഹൽ മിൻ തായിബിൻ ഫതൂബ അലൈഹി, പാപമോചനം ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റബ്ബേ എന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ, അവരുടെ തൗബ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളെ നിരുപാധികം അല്ലാഹു മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു നന്മയ്ക്ക്, ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലി, ഫർദിനാണെങ്കിലോ 70ഉം 700ഉം 70,000ഉം അദ്ആഫൻ മുളാഅഫ, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അല്ലാഹു ഹസനാത്ത് കൊണ്ട് പൊതിയുന്ന ഒരു മാസം. അല്ലാഹുവേ യാ ലൈത റമളാൻ ദഹ്റനാ കുല്ല, മഹാന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബേ കാലം മുഴുവനും റമളാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. റമളാനിന്റെ രാവുകൾ ഖിയാം നിന്ന് നിസ്കരിക്കുകയും അതിൻ്റെ പകലുകളിൽ സുയാം നോമ്പുകാരായി നിലനിൽക്കുകയും നമ്മുടെ നാവുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലാഹുവിനനുസരിക്കുകയും ചെയ്ത് വയറിൻ്റെ വിശപ്പ് സഹിച്ച് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അല്ലാഹുവിൻ്റെ മാലാഖമാർ, അവർ ഒരിക്കലും ഉറങ്ങുന്നവരല്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നവരല്ല, വലാ യതനാകഹൂൻ, അവർ കല്യാണം കഴിക്കുന്നവരുമല്ല. ആ മലക്കുകളുടെ സ്വഭാവമാണ് ഒരു പകലന്തിയോളം അല്ലാഹു നമ്മളോട് പറയുന്നത്. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിൻ്റെ മഖാമിനെ പേടിച്ച് ആരാണോ ഭയപ്പെടുന്നത്, അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അല്ലാഹുവിൻ്റെ മഖാമിനെ പേടിക്കുന്നത്, അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി,
വസ്സമാവാതു മത്വിയാതും ബിയമീനി. ആകാശലോകങ്ങൾ മുഴുവനും അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ റബ്ബിന് നിങ്ങൾ വേണ്ട പോലെ വകവച്ചില്ലല്ലോ. അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ് നിങ്ങൾ എന്തേ കൊടുക്കാതിരുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി വസ്സമാവാതു മത്വിയാതും ബിയമീനി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കുമത്രേ. ഈ ഗോളങ്ങൾ മുഴുവനും അള്ളാഹുവിന് ഒരു മണൽത്തരി പിടിക്കണ പോലെ, നമുക്ക് ഒരു മണൽത്തരി എടുക്കുന്ന പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ ആകാശലോകങ്ങളിൽ കിടക്കുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന്. 1 ബില്യൺ, 100 മില്യൺ, 1 മില്യൺ 10 ലക്ഷം, അങ്ങനെ 100 10 ലക്ഷമാകുമ്പോൾ 1 ബില്യൺ ആവുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? 100 മില്യൺ അല്ലേ 1 ബില്യൺ? അല്ല 1000. 100 മില്യൺ, 100 മില്യൺ. മിനിമം ഒരു താരസമൂഹത്തിൽ അത്ര നക്ഷത്രങ്ങളുണ്ടെന്നാ. നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര സൂര്യൻ. സൂര്യനല്ലേ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര. ആ സൂര്യൻ്റെ ഉള്ളിൽ നമ്മളിരിക്കുന്ന ഈ ഭൂമിയുടെ 1 ലക്ഷം ഭൂമി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ സ്ഥലമുണ്ടെന്നാ. അത്ര വലിയ സാധനമായി കാണുന്നത് ചെറുതായിട്ട്. ഭൂമിയില്ല, വയനാടല്ല, നമ്മുടെ ഭൂമി മൊത്തം. ഈ ഭൂമിയെ 1 ലക്ഷം ഭൂമി സൂര്യൻ്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ടെന്നാ. അതാണ് ഒരു നക്ഷത്രം. ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള അള്ളാഹുവിൻ്റെ ലോകമാണിത്. എത്ര സെൻറ്റാ അള്ളാഹിൻ്റെ ഭൂമിയിൽ? നമ്മൾ 5 സെൻറ്റിന് വേണ്ടിയിട്ടല്ലേ ഈ തിരക്കുന്നത്? അതിനല്ലേ തെറ്റുന്നത്, മിണ്ടാണ്ടാവുന്നത്? സ്വർഗം, നബി തങ്ങൾ പറഞ്ഞു, ഒരു ചെറിയ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന സ്ഥലം എത്രയാണെന്നറിയോ? യംഷി ഫീ മുൽക്കിഹി അൽഫൈ സന. 2000 കൊല്ലം അയാൾ സ്വന്തം പറമ്പിൽ നടന്നാൽ അതിൻ്റെ അറ്റത്തെത്തൂല. അതാണ് സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞൊരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത്. അൽഫൈ സന, 2000 കൊല്ലം സ്വന്തം പറമ്പിൽ നടന്നാൽ എത്തൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അമ്പിയാക്കന്മാരും ഔലിയാവും സ്വാലിഹീങ്ങളും ശുഹദാവും ഉലമാവും ഒക്കെ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുകയാണ്. അള്ളാഹ് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നാ. ശരിക്കും വേണമെങ്കിൽ വന്നോളൂ എന്നല്ല. വല്ലാഹു യദ്ഉ. ഒരു ഭക്ഷണത്തിന് ഒരാളെ വിളിക്കുന്നതിന് ദഅ യദ്ഉ ദഅവ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങളൊന്ന് വരുമോ, ഞാൻ ഭക്ഷണം തരാം, എനിക്ക് നിങ്ങളൊന്ന് സൽക്കരിക്കണമെന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് അല്ലാഹു. നമ്മളൊക്കെ വിളിക്കാം. ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് അല്ലാഹു നമ്മളെ വിളിക്കുന്നു. വയഹ്ദീ മൻ യശാ, ആർക്കാണ് ഹിദായത്ത് വേണമെന്ന് നിയ്യത്തുള്ളത്, അസീമത്തുള്ളത്, അവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ.